രാജസ്ഥാൻ റോഡ് ട്രിപ്പ് സീരീസിലെ ഡേ 12 അപ്ഡേറ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ബാംഗ്ലൂർ എത്താൻ 3 ദിവസം ഇനിയും ബാക്കിയുണ്ടെങ്കിലും ഈ റോഡ് ട്രിപ്പിന്റെ റിട്ടേൺ ഫേസ് ഇന്ന് ഒഫീഷ്യലി തുടങ്ങിയതായി നമുക്ക് കണക്ക് കൂട്ടാം. ഇന്നത്തെ ടാർഗറ്റ് ജയ്പൂരിൽ നിന്നും 600 കിലോമീറ്റർ അകലെയുള്ള ഇൻഡോറാണ്. ഏകദേശം 10 മണിക്കൂറാണ് ഗൂഗിൾ മാപ്സിൽ കാണിച്ചത്. അതുകൊണ്ട് തന്നെ 6 മണിയായപ്പോൾ റൂമിൽ നിന്നും ചെക്കൗട്ട് ചെയ്തിറങ്ങി. ഇന്നലെ രാത്രി മൊത്തം നിർത്താതെ മഴയായിരുന്നു. ഇറങ്ങിയപ്പോഴും നല്ല മഴ കിട്ടി. പോകുന്ന വഴി പലയിടത്തും ഫ്ലഡ് അലേർട്ടും കാണിക്കുന്നുണ്ടായിരുന്നു. ജയ്പൂരിൽ നിന്നും ഇറങ്ങി 100 കിലോമീറ്റർ ആയപ്പോഴാണ് മഴയിൽ നിന്നും കുറച്ച് ശമനം കിട്ടിയത്. എന്നാലും മഴ ഇടവിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സുഖകരമായ യാത്രയായിരുന്നു. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഹൈവേയിൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചറായി ഫീൽ ചെയ്യുന്നത് റോഡിൽ അഴിച്ചുവിട്ടിരിക്കുന്ന പശുക്കളാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ ഇവരെ ഇടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കർണാടകയിലും മഹാരാഷ്ട്രയിലും ഇത് ഉണ്ടെങ്കിലും അത്രയും പ്രൊമിനൻ്റ് ആയി ഇവരെ ഹൈവേയിൽ കണ്ടിട്ടില്ല. ആദ്യത്തെ ലക്ഷ്യം ബ്രേക്ക്ഫാസ്റ്റിനുള്ള സ്പോട്ട് കണ്ടുപിടിക്കലായിരുന്നു. കുറേ ഓടിയിട്ടും നല്ല റെസ്റ്റോറൻറ്റ് കിട്ടാത്തതുകൊണ്ട് ബൂന്തി എന്നൊരു ചെറിയ ടൗണിലേക്ക് ഡീവിയേഷൻ എടുത്തു. അവിടെയും നല്ല റെസ്റ്റോറൻറ്റ്സ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് വലിയ ടൗണായ കോട്ടയിൽ പോയി കഴിക്കാൻ തീരുമാനിച്ചു. 11 മണിയായപ്പോൾ കോട്ട ടൗണിലെത്തി. ഇന്ത്യയിലെ ഒരു വലിയ എഡ്യൂക്കേഷൻ ഹബ്ബാണ് കോട്ട. ഒരുപാട് കോച്ചിങ് സെൻ്ററുകൾ ഇവിടെയുണ്ട്. എല്ലാ വർഷവും 2 ലക്ഷത്തോളം കുട്ടികൾ ഇവിടുത്തെ കോച്ചിങ് സെൻ്ററുകളിൽ ചേരാറുണ്ടെന്നാണ് കണക്ക്. ടൗണിനുള്ളിലെ അമർ പഞ്ചാബി എന്ന റെസ്റ്റോറൻറ്റിൽ കയറി. ഗൂഗിളിൽ നല്ല റിവ്യൂസ് കണ്ടതുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുത്തത്. അവിടുന്ന് ഒരു ചോലെ കുൽച്ചയും പനീർ പറാഠയും 2 ചായയും കുടിച്ചു. നല്ല ഹെവി ബ്രഞ്ച് ആയതുകൊണ്ട് ഇനി ഇൻഡോർ എത്തി ഡിന്നർ കഴിച്ചാൽ മതിയാവും. അവിടുന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോൾ 12 കഴിഞ്ഞു. അടുത്ത ലക്ഷ്യം ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിൽ കയറാനാണ്. മധ്യപ്രദേശിലെ എൻറ്റയർ സ്ട്രെച്ച് കംപ്ലീറ്റ് ആണെന്നാണ് അറിഞ്ഞത്. 1:30 ആയപ്പോൾ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിൽ കയറി. 2027 ഇപ്പോഴത്തെ ഇതിൻ്റെ കംപ്ലീഷൻ ടാർഗറ്റ്. ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ ഇന്ത്യയിൽ ലോങ്ങസ്റ്റ് സ്റ്റേറ്റ് ലൈൻ എക്സ്പ്രസ് വേ ആയി ഇത് മാറും. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് 120 60 കിലോമീറ്റർ മാത്രമേ ഈ സ്ട്രെച്ചിൽ ഉണ്ടായിരുന്നുവെങ്കിലും അത് പെട്ടെന്ന് തന്നെ കവർ ചെയ്യാൻ പറ്റി. എൻറ്റയർ സ്ട്രെച്ചിലും 115 ക്രൂസ് കൺട്രോൾ ഇട്ടാണ് പോയത്. കാറിലെ എഡാസ് ഫീച്ചർ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഹൈവേ തന്നെ. പോകുന്ന വഴി ഒരു റെസ്റ്റ് ഏരിയ കണ്ട് അവിടെ വണ്ടി നിർത്തി. ഒരുപാട് റെസ്റ്റോറൻറ്റും ചാർജിംഗ് പോയിന്റ്സും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഒന്നും ഓപ്പൺ ആയിരുന്നില്ല. ട്രാഫിക് കുറവായതുകൊണ്ടാവണം. മധ്യപ്രദേശിലെ സെക്കൻഡ് എക്സിറ്റ് എടുത്ത് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേനോട് തൽക്കാലത്തേക്ക് വിട പറഞ്ഞു. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് വേണം ഡൽഹിയിലോട്ട് ഒരു റോഡ് ട്രിപ്പ് പോകാൻ. പിന്നെ നോൺ സ്റ്റോപ്പായി ഇൻഡോറിലേക്ക് ഡ്രൈവ് ചെയ്തു. ഇൻഡോർ എത്താറായപ്പോൾ വീണ്ടും നല്ല മഴ തുടങ്ങി. അതുകൊണ്ട് ലാസ്റ്റ് 40 കിലോമീറ്റർ കവർ ചെയ്യാൻ 1.5 മണിക്കൂറോളം എടുത്തു. 5:30 ആയപ്പോൾ ഇൻഡോറിലെത്തി. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇൻഡോറിലെ ഡെഡിക്കേറ്റഡ് ബസ് ലൈനാണ്. അത് കണ്ടപ്പോൾ ബാംഗ്ലൂരിലും ഇങ്ങനത്തെ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. സഫ ഇന്റർനാഷണൽ എന്ന ഹോട്ടലിലാണ് റൂം ബുക്ക് ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇൻഡോറിൽ സ്റ്റേ ചെയ്തപ്പോൾ ഫുഡ് കഴിച്ച ഛപ്പൻ ദുക്കാനിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഹോട്ടൽ. ചെക്ക് ഇൻ ചെയ്ത് കുറച്ചു നേരം റൂമിൽ റെസ്റ്റ് എടുത്തു. 7 മണിയായപ്പോൾ ഛപ്പൻ ദുക്കാനിലേക്ക് ഡിന്നർ കഴിക്കാൻ ഇറങ്ങി. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ വിജയ് ചാട്ട് ഹൗസിൽ നിന്നും കഴിച്ച ഖൊപ്ര പാറ്റീസും സാബുദാന വടയും പിന്നെ ജോണി ഹോട്ട്ഡോഗിൽ നിന്നും ഒരു വെജിറ്റേറിയൻ ഹോട്ട്ഡോഗും കഴിച്ചു. അന്ന് ഇത് കഴിച്ചപ്പോൾ ഇനി ഈ അടുത്തൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന വിഷമം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ എന്തോ കാരണം കൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചും ഇൻഡോർ വഴി പോകാൻ തോന്നിയതുകൊണ്ട് ഇത് വീണ്ടും കഴിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് ഒരു കുൽഫിയും യവാലെ അമൃത തുല്യയിൽ നിന്നും ഒരു ചായയും കുടിച്ച് റൂമിലേക്ക് മടങ്ങി. നാളെ ഇനി സിറ്റി ഓഫ് ഓറഞ്ച് ആയ നാഗ്പൂരിലേക്ക്, ഈ ഹൈവേകളും എക്സ്പ്രസ് വേകളും നിർമ്മിക്കുന്ന ഗഡ്കരിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക്.